കുട്ടനാട്ടിൽ എയിംസ് വരണം എന്ന് ഒരു കുട്ടനാട്ടുകാരൻ എന്നുള്ള നിലയിൽ ഞാനത് ആവശ്യപ്പെടുമ്പോൾ പലപ്പോഴും പലരും ചിരിക്കുകയോ കളിയാക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കും. പക്ഷേ എന്നിരുന്നാൽ പോലും ഞാൻ പറയുന്നത് കുട്ടനാടിൻ്റെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമ്മൾ ആകെപ്പാടെ കേട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കൃഷി, മറ്റൊന്ന് ടൂറിസം. ഇതിനപ്പുറത്തേക്ക് കുട്ടനാടിന് എന്തെങ്കിലും സാധ്യതകളുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ അതെന്തുകൊണ്ട് നമുക്ക് പ്രയോജനപ്പെടുത്തിക്കൂടാ? ആ ഒരു സാഹചര്യത്തിലാണ് കുട്ടനാട്ടിൽ എയിംസ് സ്ഥാപിക്കുന്നു. നമുക്കറിയാം എയിംസിന് ഏറ്റവും ചുരുങ്ങിയത് 200 ഏക്കർ സ്ഥലം ആവശ്യമാണ്. ഈ 200 ഏക്കർ സ്ഥലം ഇന്ന് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ എവിടെ കണ്ടെത്തിയാലും അവിടെ നിന്ന് ആളുകളെ മാറ്റി പാർപ്പിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഉറപ്പായിട്ടും വേണം. കൂടാതെ ആ പ്രദേശത്തെ വെജിറ്റേഷൻ നമുക്ക് വെട്ടി മാറ്റേണ്ട ഒരു സാഹചര്യം ഉണ്ടാവും. എന്നാൽ ഇതൊന്നുമില്ലാതെ ഒരു മനുഷ്യനെ പോലും ഡിസ്പ്ലേസ്മെൻറ്റ് ചെയ്യാതെ നമുക്ക് സ്ഥലം കണ്ടെത്താനാവും. അത് കുട്ടനാട്ടിൽ അബൻഡൻ്റ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇന്ന് 6 ബ്ലോക്ക് എന്ന് പറഞ്ഞ കുട്ടനാട്ടിലെ ഒരു കൃഷിഭൂമി, വർഷങ്ങളായിട്ട് അവിടെ നെൽകൃഷിയില്ല, യാതൊരു രീതിയിലുള്ള കൃഷിയില്ല. മുമ്പുണ്ടായിരുന്നു, ഇപ്പോൾ അത് വെറും കാട് പിടിച്ച് കിടക്കുന്ന ഒരു പ്രദേശമാണ്. വേമ്പനാട്ട് കായലിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശം. നമ്മളുടെ ഏതൊരു വലിയ മാസീവായിട്ടുള്ള ഒരു പദ്ധതികൾ വന്നാലും നമുക്ക് പല രീതിയിലുള്ള മുന്നൊരുക്കങ്ങൾ അനിവാര്യമാണ്. അതിൽ ഏറ്റവും പരമപ്രധാനമാണ് യാത്രയുമായി ബന്ധപ്പെട്ട ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു വിഷയം. നമുക്കറിയാം നാഷണൽ ഹൈവേയിൽ നിന്ന് ജസ്റ്റ് കഷ്ടിച്ച് 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമാണ്. കൂടാതെ AC റോഡിൽ നിന്ന് 12.5 കിലോമീറ്ററേ ഉള്ളൂ. MC റോഡിലേക്ക് ഏകദേശം 13.5 കിലോമീറ്ററേ ഉള്ളൂ. ഈ 3 കണക്ടിവിറ്റി സാക്ഷാത്കരിച്ചാൽ കുട്ടനാട്ടിലെ യാത്രാക്ലേശത്തിനൂടെ അത് പരിഹാരമാകും. കൂടാതെ ജലഗതാഗതം ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു പ്രദേശം. വാട്ടർ മെട്രോ സർവീസ് നമുക്കിതുമായിട്ട് കണക്ടിവിറ്റി കൊണ്ടുവരാനായിട്ടാവും. ഇനി അതിലുപരി അടിയന്തര സാഹചര്യങ്ങളിൽ നമുക്ക് വാട്ടർ പ്ലെയിൻ, അതിനെയും നമുക്ക് ഈ പ്രദേശത്ത് വളരെ നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും. മറ്റൊരു വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, ഏതൊരു വലിയ പദ്ധതിക്കും അതിന് വളരെ അത്യന്താപേക്ഷിതമാണ് ജലം എന്ന് പറയുന്നത്. വെള്ളത്തിൻ്റെ അബണ്ടൻറ്റ് സപ്ലൈ നമുക്ക് ഈ പറയുന്ന 6 ബ്ലോക്കുമായി ബന്ധപ്പെട്ടുണ്ട്. അത് ശുദ്ധീകരിച്ചു കഴിഞ്ഞാൽ ശുദ്ധജലമായി ഉപയോഗിക്കാം. മറ്റ് ആവശ്യങ്ങൾക്ക് ഇതേ ജലം തന്നെ ഉപയോഗിക്കാം. ഒരു വലിയൊരു പ്ലസ് ആയിട്ടുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഈ പറഞ്ഞ കുട്ടനാടുമായി ഭൂമിശാസ്ത്രപരമായി പല സമാനതകളുമുള്ള ഇൻ്റർനാഷണലി തന്നെ വളരെയേറെ പ്രശസ്തമായ ഒരു പ്രദേശമാണ് ഷാങ്കായി എന്ന് പറയുന്നത്. അവിടെ പുഡോങ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് നമ്മുടെ